ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ. ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. ജനങ്ങളുടെ യാത്രാ ദുരിതം പരിഹരിക്കണം, ബസ്സുകൾ സർവീസ് റോഡിലൂടെ ഓടിക്കണം എന്നാവശ്യപ്പെട്ട് കയ്പമംഗലത്ത് CPI സമരം. ദേശീയപാതയിലെ മേൽപ്പാലം പ്രവർത്തനക്ഷമമായതിന് പിന്നാലെ കയ്പമംഗലം പഞ്ചായത്തിന്റെ തെക്കൻ മേഖലകളിൽ നിന്നെത്തുന്ന ബസ്സുകൾ സർവീസ് റോഡ് ഒഴിവാക്കി മേൽപ്പാലം വഴിയുള്ള സർവീസ് നടത്തുന്നത് ജനങ്ങൾക്ക് വലിയ യാത്രാ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി ചൂണ്ടിക്കാട്ടിയാണ് CPI കയ്പമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. പനമ്പിക്കുന്ന് ഭാഗത്തു നിന്ന് വടക്കോട്ട് പോകുന്ന ബസ്സുകൾ സർവീസ് റോഡ് ഉപയോഗിക്കാതെ മേൽപ്പാലം വഴി കടന്നു പോകുന്നതുമൂലം സർവീസ് റോഡിനോട് ചേർന്ന പ്രദേശങ്ങളിലെ യാത്രക്കാർക്ക് ബസ്സുകളിൽ കയറുന്നതിനും ഇറങ്ങുന്നതിനും ഏറെ പ്രയാസം നേരിടേണ്ടി വരുന്നതായി നാട്ടുകാർ പരാതിപ്പെടുന്നു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, വയോജനങ്ങൾ തുടങ്ങി നിത്യേന പൊതുഗതാഗതത്തെ ആശ്രയിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. ജനങ്ങളുടെ യാത്രാ പ്രശ്നത്തിൽ പഞ്ചായത്ത് ഭരണസമിതി ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നതിൽ പരാജയപ്പെട്ടുവെന്നും CPI ആരോപിച്ചു. ജൂൺ 15-ാം തീയതി ഈ പനമ്പിക്കുന്ന് ബസ് സ്റ്റോപ്പിൽ വന്ന് ഇവിടെയുള്ള എല്ലാ ബസ്സുകളെയും ബോധവൽക്കരിച്ചുകൊണ്ട് തന്നെ അവരോട് കാര്യം പറഞ്ഞ് ഇപ്പോൾ എല്ലാ ബസ്സുകളും സർവീസ് റോഡ് വഴി യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുണ്ടായിട്ടുള്ളത്. അത് എല്ലാ ബസ് ഉടമകളും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളും എല്ലാം അതിനോട് സഹകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം കൂടി ഞങ്ങൾക്ക് പറയാനുള്ളത്, കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ അതിർത്തിയിലുള്ള ഈ പ്രശ്നത്തിൽ ഒരു സക്രിയമായി ഇടപെടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധികാര സമിതി എന്ന് പറയുന്നത് കയ്പമംഗലം പഞ്ചായത്തിൻ്റെ ഭരണസമിതിയാണ്. പക്ഷേ ആ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് ഇത്രയും ദിവസമായിട്ടും ഇങ്ങനെയൊരു ഇടപെടൽ ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇങ്ങനെയൊരു സമരവുമായിട്ട് ബന്ധപ്പെട്ട് രംഗത്ത് വരാൻ ഇടയായത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി ബസ്സുകൾ തടഞ്ഞ് സർവീസ് റോഡ് വഴി തിരിച്ചുവിടുകയും യാത്രക്കാരുടെ പ്രശ്നങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. വിഷയത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് RTOയ്ക്കും പോലീസിനും പരാതി നൽകിയിട്ടുണ്ടെന്ന് നേതാക്കൾ പറഞ്ഞു. സർവീസ് റോഡിലെ കുഴികളും തകർച്ചകളും പരിഹരിച്ച് ഗതാഗത യോഗ്യമാക്കാൻ ദേശീയപാത അതോറിറ്റിയെ കൊണ്ട് ആവശ്യമായ നടപടികൾ സ്വീകരിപ്പിക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾ മുൻകൈയെടുക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. CPI നേതാക്കളായ ER ജോഷി, MD സുരേഷ്, PK റഹീം, നജീറ നൂറുദ്ദീൻ, ദിവ്യ അനീഷ്, നൌഷാദ് കില്ലാടി, PH അബ്ദുള്ള, അലി അസ്കർ, ES സതീശൻ, സോമൻ കോതങ്ങത്ത്, CA ധർമ്മദാസ്, KR പ്രസാദ്, CC വിപിൻ, അജിത് കൃഷ്ണൻ, അഷ്റഫ് തണ്ടാശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. എന്തോ എന്റെ കണ്ണന് വെച്ച ഉടയാട കിട്ടോ? പിന്നല്ലാതെ എല്ലാ വിഗ്രഹങ്ങൾക്കുള്ള ഉടയാടകളുണ്ട്. ഓരോ ദൈവിക രൂപത്തിനും, ക്ഷേത്ര വിഗ്രഹങ്ങൾക്കാകട്ടെ പൂജാമുറികളിലുള്ള വിഗ്രഹങ്ങൾക്കായാലും ഭക്തി സൗന്ദര്യം നൽകുന്ന നിരവധിയായിട്ടുള്ള ഉടയാടകളും ആഭരണങ്ങളും ഇവിടെയുണ്ട്. ഓരോ വീടിന് അനുയോജ്യമായിട്ടുള്ള പൂജാമുറികളും വിഗ്രഹങ്ങളും ആത്മീയ സ്പർശം നൽകുന്ന മനോഹരമായിട്ടുള്ള ഗിഫ്റ്റ് ഐറ്റങ്ങളും ഇവിടെ ലഭ്യമാണ്. നമ്മുടെ പാരമ്പര്യമുയർത്തുന്ന മനോഹരമായ ട്രഡീഷണൽ വസ്ത്രശേഖരത്തിന്റെ ഉറവിടം കൂടിയാണ് മഹാദേവ ക്രിയേഷൻസ്. Always one step ahead in quality and trust. Mahadeva Creations, opposite Vennikal Shiva Temple, Kodugulam, Valapadu.